സുജിത് ഭക്തനും തമ്മിൽ ഒരു ഇഷ്യൂ ആയിട്ട് അന്ന് എല്ലാവരും സുജിത് ഭക്തനെ എടുത്ത് താഴത്തേക്ക് ഇട്ടു. അത് കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞ യൂട്യൂബിൽ നിന്നും അത്യാവശ്യം നല്ല വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്, എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതിയിലധികം ഞാൻ ബാക്ക് പാക്കർ അരുണിമയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. വരുന്നവരും പോകുന്നവരൊക്കെ അടിച്ച് കൊട്ടിയിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണം. നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോകാം. അതായത് സുജിത് ഭക്തനെ ഞാൻ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് മുതലേ ഉള്ള, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ കൊറോണ സമയത്ത് ആക്സിഡന്റ് ആയിട്ട് വീട്ടിൽ കിടന്ന സമയത്ത് ആദ്യം യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോസ് കണ്ടു തുടങ്ങുന്ന ഈ വ്യക്തിയുടെയൊക്കെയാണ്. അന്ന് ട്രാവൽ വ്ളോഗിന് അത്യാവശ്യം നല്ലോണം കാണുമായിരുന്നു. അത് സുജിത് ഭക്തന്റെ ഒക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പം ഞാൻ കാണാറില്ല, കാരണം അതിനുള്ള ടൈമില്ല. എന്നാൽ പണ്ട് സമയത്തൊക്കെ ഞാൻ ഇഷ്ടംപോലെ വെറുതെ വീട്ടിൽ കുറഞ്ഞ സമയത്ത് ഇരുന്ന് കാണുമായിരുന്നു. ആക്സിഡന്റ് ആയി പഞ്ഞി കിടന്ന സമയത്ത് ഇത് തന്നെയായിരുന്നു എന്റെ സ്ഥിരം പരിപാടി. ഇന്ന് അരുണിമ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സുജിത് ഭക്തൻ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കൊടുക്കാം. എന്നിട്ട് ഈ വിഷയത്തിൽ അരുണിമയ്ക്ക് പറയാനുള്ള കാര്യം കൂടി കാണുമല്ലോ, അതും കൂടി കേൾക്കാം. പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ പോകുമ്പോഴത്തേക്കും അവർ നമ്മളെ സ്നേഹത്തോടെ ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും അതിനെ ദുരുപയോഗം ചെയ്യാതെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ അവിടെ താമസിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ചെയ്തു പോകുന്ന ഒരു കാര്യം. ഇതിൽ പരം വേറെ അപമാനം ഇനി അരുണിമയ്ക്ക് ഇല്ലെന്ന് തന്നെ അങ്ങ് കൂട്ടിക്കൂ. അതായത് അമേരിക്കയിൽ പോയിട്ടുണ്ടാക്കിയ വിഷയം തന്നെയാണ്. അവിടെ പോയിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാണിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഒരു കാര്യം സീരിയസ്ലി പറയാം, വേറൊന്നുമല്ല. അരുണിമയെ അവിടെ നിന്നും ആ പാതിരാത്രി ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണ സപ്പോർട്ട് അരുണിമയ്ക്കായിരുന്നു. പക്ഷേ ഷോ കാണിച്ച് കള്ളത്തനം കാണിച്ചാണ് അരുണിമ ഇറങ്ങിപ്പോയത്. അടുത്ത ദിവസം ഇങ്ങനെ ഒരു വീഡിയോ വന്ന് താൻ ഏറി കയറും എന്നുള്ള കാര്യം ചിന്തിക്കാതെയാണ് അരുണിമ ഈ കാട്ടാപ്പ പരിപാടി കാട്ടിക്കൂട്ടിയത്. എന്തായാലും ഏറിൽ നിന്നും ഏറിലേക്ക് ഇപ്പൊ സുജിത് ഭക്തനും കയറി ഇറങ്ങുന്ന ഒരു വരുവായിട്ടുണ്ട്. എത്രത്തിലാണ് ഏത് രീതിയിലാണ് എന്ന് എനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറിന്റെ ഒരു കോൺട്രവേഴ്സി വീഡിയോസ് ഞാനും കാണാനിടയുണ്ടായി. കുറെ ആളുകൾ അതിനെ റിയാക്ട് ചെയ്തും അല്ലാതെയും ഒക്കെ വീഡിയോസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. അതിന്റെ യഥാർത്ഥ സംഭവങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റി പറയാനുമല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. യഥാർത്ഥ സംഭവം എന്താണെന്ന് വെച്ചാൽ എന്റെ പൊന്നെണ്ണ അവര് അവിടെ സംഭവിച്ചത്, പിന്നെ അതിനെപ്പറ്റി വീഡിയോ അല്ലെങ്കിൽ പിന്നെ എന്തിനെപ്പറ്റി വീഡിയോ ആണ് അണ്ണൻ തീർച്ചയായിട്ടും ഒന്ന് പറ. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം നല്ലപോലെ താങ്ങിയിട്ടാണ് ഇന്ന് ഇറങ്ങി പോകുന്നത് ഈ വീഡിയോ എന്ന് കേട്ടോ. ഞാൻ എൻ്റെ യാത്രകൾക്കിടയിൽ ഞാൻ ധാരാളം ട്രാവലേഴ്സിനെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ എൻ്റെ കൂടെ കുറച്ച് ദിവസം ട്രാവൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ നമ്മുടെ കൂടെ കൂടിയുണ്ടല്ലോ, അവർ ഇത്തിൽ കണ്ണി പോലെ പിടിച്ചും കയറും. അതായത് നമ്മൾ ചിലപ്പോൾ അവരെ ഒരു ദിവസം നമ്മുടെ റൂമിൽ താമസിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് 1-2 നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും ഇവർ കഴിച്ച കണ്ട ഭാവമേ നടിക്കാതെ മാറി നിൽക്കും. എൻ്റെ സ്നേഹത്തിന് ഞാൻ ഒരു നേരം നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു, പക്ഷേ നീ എപ്പോഴും ഞാൻ വാങ്ങിച്ചു തരുന്ന കാത്തിരിക്കട്ടെ, നിനക്കും കൊടുക്കാം, അല്ലെങ്കിൽ നിനക്ക് ഷെയർ ചെയ്യാം, നിന്റെ വിഹിതം പറയാം, അല്ലെങ്കിൽ നിന്റെ ഓഫർ പറയാം, ഞാൻ എപ്പോഴും നിനക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ധാരാളം ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരാളെ അങ്ങ് പിടിയുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സ്നേഹത്തിന്റെ പുറത്ത് എപ്പോഴും ഒരാൾ ചെയ്തു എന്ന് വരത്തില്ല, മനസ്സിലായില്ലേ? നമ്മുടെ രീതി അല്ല മറ്റുള്ള ആളുകളുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യുവാണെങ്കിലോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇതാക്കുവാണെങ്കിലോ അവരെ പൂർണ്ണമായിട്ട് പിഴിയാതെ കണ്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, അവർ ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ നമ്മളെ സഹിക്കുമായിരിക്കും. പക്ഷേ അതിൽ കൂടുതൽ ദിവസങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതെന്താണ് അങ്ങനെ ഒരു സംസാരം? ഇത് അരുണിമയെ മാത്രം ചൂണ്ടിയുള്ള ഒരു സംസാരം ആയിപ്പോയല്ലോ പോലെയൊക്കെ തോന്നുന്നു. ഇവിടെ എന്തൊക്കെ കുത്തി പറയുന്ന പോലത്തെ ഒരു ഫീല്. പാവം അരുണിമയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറിൽ നിന്നും ഏറിലേക്കാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നിസ്സായ അവസ്ഥയാണ്. ഇത്രയും ഏറിപ്പോന്ന് ഞാൻ പോലും വിചാരിച്ചില്ല കേട്ടോ, സത്യമുള്ള കാര്യം പറയാം. വേണ്ടായിരുന്നു. ഇപ്പൊ സുജിത് ഭക്തൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടകത്തിന് തല കൊടുത്ത അവസ്ഥയെന്ന് നമ്മൾ പറയത്തില്ലേ, ആ അവസ്ഥ പോലെയാണ് പറയുന്നത് അരുണിമയെ പറ്റിയിട്ട്. ഇവിടെ കയറി താമസിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയും എന്നാൽ അവരെ തന്നെ ചെളിവാരി അടിച്ചുകൊണ്ട് പുറത്തിറങ്ങി പോയ അരുണിമയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതാണ് ഒട്ടകത്തിന് തല വയ്ക്കാൻ ഇടം കൊടുത്ത അവസ്ഥ. എന്തായാലും എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കുമ്പോൾ ഔദാര്യം തന്നെയാണ് ബേസിക്കലി, അല്ലേ? നമ്മൾ വേറെ ആളുടെ അടുത്ത് പോയി സൗജന്യമായി താമസിക്കുമ്പോൾ അതൊരു ഔദാര്യം തന്നെയാണ്. വി ഹാവ് ടു ഗിവ് സംതിങ് ബാക്ക് ടു ദം, അല്ലേ? നമ്മൾ അവർക്ക് എന്തെങ്കിലും തിരിച്ചു നൽകണം. അത് ഒന്നുകിൽ സ്നേഹമായിട്ടോ, ചില ആൾക്കാർ താമസിക്കുന്ന ആളുടെ വീട് വൃത്തിയാക്കി കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കും ഇൻ റിട്ടേൺ ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അവർക്കും കൂടെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. പക്ഷേ അരുണിമ അങ്ങനെ ചെയ്തു കൊടുക്കില്ലെന്നാരും ഒന്ന് ചെട്ടി വരെ എടുത്തു കൊടുക്കും. ഏത് അവരുടെ തലയ്ക്ക് തരാൻ പറയും. ഞാൻ വേണമെങ്കിൽ ചാറ്റ് കൊടുക്കാം, ഞാൻ ഇവിടെ തന്നെ വായിച്ചു പറഞ്ഞുതരാം. സത്യത്തിൽ ആ കൊച്ചു വീട്ടിൽ വന്നാൽ എങ്ങനെയെങ്കിലും പോയാൽ മതിയായിരുന്നു എന്ന് തോന്നും. എന്താ ഇനി ഇഷ്യൂസ് ഉണ്ടായോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, 4-5 ദിവസം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. മെസ്സേജിൽ ഡിപ്രഷൻ എന്നൊക്കെയാണ് പറഞ്ഞത്. അവൻ ഇട്ടിട്ട് പോയി എന്നൊക്കെ അങ്ങനെ ആണ് വീട്ടിലേക്ക് വിളിച്ച് വന്നത്. നമ്മളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കും, ഡ്രസ്സ് കഴിക്കും, ഷൂസ് തുടയ്ക്കും, എല്ലാം. സത്യം പറയാലോ, ഞാൻ സന്തോഷത്തോടെയാണ് അതെല്ലാം ചെയ്തു കൊടുത്തത്. ഞാൻ ഹസ്ബൻഡും അടുത്ത വീട്ടിൽ കല്യാണത്തിനൊക്കെ കൊണ്ടുപോയി. ഈ ഡ്രസ്സ് കഴിയുന്ന കേസിലോട്ട് വരുമ്പോൾ ഷെഡ്ഡി വരെ കലയിപ്പിച്ചെന്നുള്ള കാര്യം പുറത്ത് വരുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്.
എന്തായാലും അരുണിമ അങ്ങോട്ട് സഹായം ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഇങ്ങോട്ട് സഹായങ്ങൾ വാങ്ങുന്നുണ്ട്, അത് വ്യക്തമാണ്. പക്ഷെ ഇവർ കാരണം ഇവരെ പോലുള്ള ട്രാവൽ വ്ളോഗേഴ്സിനും കൂടി നെഗറ്റീവായി. അതാണ് സുജിത് ഭക്തനൊക്കെ രംഗത്ത് നിന്ന് സംസാരിക്കുന്നത്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, നാളെ ഒരു കാലത്ത് ഇവരും വേറെ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇനി മലയാളികളെ ഒരു പട്ടികൾ അടുപ്പിക്കാത്ത ലെവലിലോട്ട് എത്തും. പ്രത്യേകിച്ച് ഇതുപോലത്തെ വ്ളോഗേഴ്സിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ ആൾക്കാർ മടിക്കും. അവരൊക്കെ അവരുടെ സന്തോഷത്തോടെയാണ് വിളിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത്. ഒരു 2 ദിവസം ആഹാരമൊക്കെ കൊടുത്ത് സെറ്റാക്കി വിട്ട് സന്തോഷമായിട്ട് പിരിയാനുള്ള സെറ്റപ്പിൽ. പക്ഷെ അരുണിമ പിന്നെ ആ കുടുംബത്തിന് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയ കുടുംബത്തിന് ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിനെ വൈറലാക്കി, ആ രീതിയിൽ വൈറലാക്കി, എന്നിട്ട് സ്വയം എയറിലും പോയി. ഇതുകൊണ്ട് ആ കുടുംബത്തിനെ 10 ആൾ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആരും അറിയാത്തവരെല്ലാവരും നാട്ടുകാർ മൊത്തം അറിയിച്ചിട്ടാണ് അരുണിമ ഇരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. യൂട്യൂബേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, യൂട്യൂബേഴ്സിനെ ഹോസ്റ്റ് ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നേ പറയാനുള്ളൂ എനിക്ക്. കാരണം അങ്ങനെ ഒരാൾ ആ യൂട്യൂബറിനെ ഹോസ്റ്റ് ചെയ്തിട്ട് ആ യൂട്യൂബറിന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്നാണ് യൂട്യൂബർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് യൂട്യൂബർ അദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ളതാണ്. ശരിക്കും അത് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലും നാണം കെടുത്തിയ ഒരു പരിപാടിയായിപ്പോയി. സത്യം പറഞ്ഞാൽ അത് അത്യധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ അല്ല എന്നും കൂടെ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന ആളുകൾ. പക്ഷെ അതിപ്പോ വല്ലാത്തൊരു പറച്ചിലായിപ്പോയല്ലോ അണ്ണ. നിങ്ങൾ അവരെ ഒരുമാതിരി തരം താഴ്ത്തി കെട്ടിക്കളഞ്ഞില്ല. എന്തായാലും വരാനുള്ള വഴി തങ്ങത്തില്ല. കൊന്നാ പാപം തിന്നാ തീരും. ഈ ചെയ്ത പാവമൊക്കെ എവിടെ കൊണ്ട് കഴുകി കളയുന്നതാ. അരുണിമ, യു ആർ ഗോട്ട് ഓൺ ഫ്ലൈറ്റ്. ഞാൻ എന്ത് പറയാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. സുജിത് ഭക്തൻ അടക്കം നിങ്ങളെ ഒരു ചാറ്റിൽ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഡാനിസത്തിന്റെ മൊത്തത്തിൽ. അതുകൊണ്ട് സുജിത് ഭക്തൻ വന്ന് പ്രതികരിച്ചതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. മൊത്തത്തിൽ ഇടപെടലും തേഞ്ഞെന്ന് തന്നെ പറയാം. ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും എന്റെ പോക്കറ്റിന്റെ കനവും എന്റെ കംഫർട്ടും അനുസരിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എനിക്ക് ഒരു റൂം എടുക്കാനുള്ള സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ റൂം എടുക്കാനുള്ള സാമ്പത്തികം എനിക്കുണ്ട്. ഇപ്പൊ റിയൽ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് പോയി പിന്നെ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നത്? നീർക്ക് ട്രാവൽ ചെയ്താൽ പോരെ, നീ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എന്തിനാ? യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാം യൂട്യൂബേഴ്സ് തന്നെയാണ്. അവർ ട്രാവലിംഗ് പാഷൻ ഉണ്ടായിരിക്കാം, പക്ഷേ ട്രാവലിംഗ് പാഷൻ ഉണ്ടായാൽ മാത്രം യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിനോ എന്റെ യാത്രകളിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് ആ യാത്ര പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് പറ്റില്ല. കാരണം എന്റെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് യൂട്യൂബിന്റെ വീഡിയോ ഉണ്ടാക്കാനും അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിനും അതിന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നതിനും എങ്ങനെ വീഡിയോസ് അട്രാക്റ്റീവ് ആക്കാം എന്നുള്ള ചിന്തകളും മറ്റൊക്കെ ആയിരിക്കും. ഓഫ് കോഴ്സ് ഞാനൊരു യാത്രികനാണെന്ന് പറയാമെന്നുണ്ടെങ്കിലും ഞാനൊരു യഥാർത്ഥ യാത്രികൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു യൂട്യൂബറാണ്, ഒരു ട്രാവൽ വ്ളോഗറാണ്, അല്ലെങ്കിൽ ട്രാവൽ ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാവൽ യൂട്യൂബറാണ്. എനിക്ക് യാത്രകൾ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റി. നിങ്ങൾ അത്ര റിയൽ പാഷനേറ്റ് ട്രാവലർ ആണ് എന്ന് നിങ്ങൾ സ്വയം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ എന്തിനാ ചെയ്യുന്നത്? നിങ്ങൾക്ക് ട്രാവൽ ചെയ്താൽ പോരെ. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്ത് വരുമാനം കിട്ടുക വേണം, അതൊട്ട് സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നാണ് ഉപയോഗം ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെയൊന്നും പറയലണ്ണ, നമ്മൾ അങ്ങനെയാണ് എന്നുള്ള രീതിയിലായിരിക്കും അരുണിമ ഇപ്പൊ പറയുന്നത്. അല്ല എൻ്റെ ഇനിയിപ്പോൾ എന്ത് പറയാം, എയറിൽ നിന്ന് എയറിലേക്ക് വല്ലാത്ത അവസ്ഥ തന്നെ കേട്ടാ. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞ പൈസയ്ക്കാണ്. പിന്നെ എത്തിക്സ് എന്ന് പറയുന്ന സാധനം അവിടെ കാണിക്കും. പക്ഷെ അരുണിമ അത് കാണിച്ചിട്ടില്ല. അവരെ മൊത്തത്തിൽ കുടുംബത്തോടെ ഇടപെടലും തേച്ചൊട്ടിച്ചിട്ടുണ്ട്. ഒരു ദിവസം തിന്നാൻ വഞ്ചൊന്ന് നന്ദിയെങ്കിലും കാണിക്കാമായിരുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരെ ആ പാതിരാത്രിനെ അവിടെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. മറിച്ച് അവര് അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഈഗോ ഹർട്ടായി. പിന്നെ അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട് അരുണിമ കാണിച്ചു കൂട്ടിയൊരു നാറിയ പരിപാടി. അതേ തുടർന്നുണ്ടായ ഒരു കോൺട്രവേഴ്സി, അത്രയാണ് സംഭവിച്ചത്. എന്തായാലും തനി ഗുണങ്ങളൊക്കെ നാട്ടുകാർ മൊത്തം അറിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടി വെള്ളം അടിച്ച കേസൊക്കെ സായി എന്ന് പറയുന്നുണ്ട്. അതവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ സായി ഒന്ന് പബ്ലിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചർച്ച ചെയ്യേണ്ട ഒരു രീതിയിലായിട്ട് മാറും. എന്തായാലും കൊള്ളാടെ, മൊത്തത്തിൽ ഇടപെടലും തേഞ്ഞൊട്ടി. സുജിത് ഭക്തൻ യാത്രകളുടെ കേസ് ഇത്രയും വിപുലമായി പറഞ്ഞ സ്ഥിതിക്ക് അരുണിമയ്ക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേട്ടു നോക്കാം. ഞാൻ എന്റെ യാത്രകൾ ചെയ്യുന്നത് എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല. ഞാൻ എന്റെ യാത്രകൾ ഞാൻ പല സമയത്തും ഞാൻ ഇന്നെവിടെ യാത്ര ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ലോകം കാണണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ്. മറ്റുള്ളവർ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്രയൊക്കെ താഴ്ത്തി അടിക്കാൻ നോക്കിയാലും ഞാൻ ഈ ലോകം മൊത്തം കണ്ടിട്ടേ മരിച്ചുപോകും. അതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. മനുഷ്യന്റെ കാര്യമില്ല, ഇപ്പൊ എന്തൊന്നുമില്ലാതെ സംഭവിക്കും. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ആരായാലും, ഞാനായാലും നിങ്ങളായാലും ആരായാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ നൊടിയിൽ ഷുമ്മായിപ്പോ പറയാൻ പറ്റത്തില്ലടേ. ഇതൊക്കെ ഒരു നെട്ടും ബോട്ടിലും ഓടുന്ന പോലത്തെ സാധനങ്ങളാണ് മനുഷ്യ ശരീരമൊക്കെ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ലോകം മൊത്തം കണ്ടിട്ടേ നമുക്ക് കീഴടങ്ങാൻ പറ്റുള്ളൂ എന്നൊന്നും ഉറപ്പൊന്നുമില്ല. വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷെ അരുണിമ, നിങ്ങൾ ഒരു ട്രാവൽ വ്ളോഗറാണ്. പക്ഷെ അതിന്റെ ഒരു ക്വാളിറ്റി കാണിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും വിമർശിച്ചത്. യൂട്യൂബിൽ നിന്നും അത്യാവശ്യം നല്ല വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്, എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതിയിലധികം ഞാൻ അടുത്ത വീഡിയോസ് എടുക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ ഒരു വസ്തുതയാണ്. ഞാൻ ആക്ച്വലി കൈൻഡ് ഓഫ് സ്പെൻഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നു, സ്പെൻഡ് ചെയ്യുന്നു, വരുമാനം ഉണ്ടാക്കുന്നു. ഞാനൊരിക്കലും എന്താ പറയുക, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞ് നടന്നിട്ടില്ല. ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും ഇതുവരെ നടക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. കുറേ കാണുന്ന മാപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് തീർക്കണം എന്നുള്ളതാണ് എൻ്റെയും ഒരു ആഗ്രഹം. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്ന് പൈസ ഉള്ളതുകൊണ്ട് റൂം എടുത്ത് താമസിക്കുന്നു. നാളെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും ഈ പറഞ്ഞ പോലെ വളരെ ബഡ്ജറ്റായിട്ട് യാത്ര ചെയ്യാൻ തന്നെ ശ്രമിക്കും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ ഔദാര്യം ഏത് രീതിയിലും പറ്റുകയാണെങ്കിൽ ആ ആളോട് എന്തെന്നും ഒരു കൂറുള്ളവനായിട്ട് ഉണ്ടാവാനായിട്ട്
ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു നല്ല വ്യക്തിയുടെ മനസ്സിൽ പറയേണ്ട ഒരു കാര്യം. വീണ്ടും കുത്തി പറഞ്ഞെങ്കിലും പറഞ്ഞ കാര്യം വാസ്തവമാണ്. നമ്മൾ ഒരാളുടെ വീട്ടിൽ പോയിട്ട് അവിടെ കയറി താമസിച്ചിട്ട് ലാസ്റ്റ് അവരെ ചാണകം വാരി മുക്കി അടിച്ചിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. പ്രത്യേകിച്ച് അവർ നിങ്ങൾ അതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, ക്ഷണിച്ച് അവിടെ പോയി പാത്രം അടിച്ച് നക്കിയിട്ട് ലാസ്റ്റ് അവരെ തന്നെ ചെളിവാരി അടിച്ചത് ഫെയർ അല്ല. പ്രത്യേകിച്ച് ആ കാര്യം എക്സ്പോസ്ഡ് ആണ്, അരുണിമയുടെ ഭാഗത്താണ് തെറ്റെന്ന്. അതുകൊണ്ട് ഇനി കിടന്ന് ന്യായീകരിച്ച് മെഴുകാൻ വരണ്ട. സുജിത് ഭക്തൻ ഏറിപ്പോയ കേസ് അരുണിമ ഡാനി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടോക്കാം. ഉണ്ടായിരുന്നു മല്ലു ട്രാവലറും സുജിത് ഭക്തനും തമ്മിൽ ഒരു ഇഷ്യൂ ആയിട്ട് അന്ന് എല്ലാവരും മല്ലു ട്രാവലിനെ സപ്പോർട്ട് ചെയ്തു, സുജിത് ഭക്തനെ എടുത്ത് താഴത്തേക്ക് ഇട്ടു. അത് കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ പല വിഷയങ്ങളിലും മല്ലു ട്രാവലിനെ എടുത്ത് താഴത്തേക്ക് ഇട്ടു, സുജിത് ഭക്തനെ എടുത്ത് പൊക്കി. മനസ്സിലായോ? ഇത് ഞാൻ മാത്രം അനുഭവിക്കുന്നല്ല ഈ സൈബർ ബുള്ളിങ്, എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ഇത് അനുഭവിക്കുന്നുണ്ട്. ആരുടെ ഭാഗത്താണോ ശരി തെറ്റ് എന്നുള്ളത് അത് ആർക്കും മനസ്സിലാവില്ല. ഇപ്പൊ സുജിത് ഭക്തനെ അന്ന് മോശം പറഞ്ഞവർ ഇന്ന് നല്ലത് പറയുന്നു, അന്ന് മല്ലു ട്രാവലറെ സപ്പോർട്ട് ചെയ്തവർ ഇന്ന് മോശം പറയുന്നു. മനസ്സിലായോ? ലൈഫിൽ ആളുകൾ ഇങ്ങനെയാണ്, നെഗറ്റീവ് എന്ത് കാണുന്നു അതിനെയാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പറയാം, നെഗറ്റീവ് എന്താണ് കാണുന്നത് അതിനെയാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ തെറ്റുപറ്റി. കാരണം നിങ്ങൾ ആദ്യം ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്തു, അന്ന് എനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നിയത്. പിന്നെ നിങ്ങൾ നെഗറ്റീവ് ആണെന്ന് കണ്ടപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആക്കി. അല്ലാണ്ട് നെഗറ്റീവ് കാണുന്നതിന് ആൾക്കാർ സപ്പോർട്ട് ചെയ്യത്തില്ല. ആൾക്കാർ സത്യാവസ്ഥയും വാസ്തവവും നോക്കിയേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. വിട്ടിത്തരങ്ങളെ വിളിച്ച് പറയരുത്. വിട്ടിത്തരത്തിന്റെ ഒരു ഘോഷയാത്രയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതാൻ നോക്ക്. അങ്ങനെ ചിലപ്പോൾ ശരിയാകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരെ പറ്റി ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഒരാളെ പറ്റി എന്തോ ആയിക്കോട്ടെ, ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഒരാളെ പറ്റി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നെഗറ്റീവ് വരും എന്ന് ഓർത്ത് വേണം ചെയ്യാൻ. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇടുന്നത്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എൻ്റെ യാത്രയിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളുമാണ് ഞാൻ അതിലിടുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് പഴയ വീഡിയോസിലേക്ക് പോയി നോക്കൂ, എന്തോരം വീഡിയോസ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. പല സമയത്തും ഞാൻ പല സ്ഥലത്ത് നിന്ന് മൂടി രക്ഷപ്പെടുന്നതും അങ്ങനെ പല രീതിയിലും മോശം അനുഭവം ഉണ്ടാവുക, അവിടുന്ന് രക്ഷപ്പെട്ടതും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് മെന്റലി ഇതാക്കാനോ ഒന്നും എന്നെ ആരും വന്നിട്ടില്ല. ഇത്രയും നാളും എനിക്ക് നല്ലത് സംഭവിച്ചെങ്കിലും മോശം സംഭവിച്ചില്ല, അത് എന്റെ മാത്രം ഇതാ. ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും ആരും എന്നെ ഒന്നും ആക്കിയിട്ടല്ല ഞാൻ എന്റെ യാത്രകൾ മുന്നോട്ട്. എന്തുകൊണ്ട് നിങ്ങൾ അന്ന് സപ്പോർട്ട് ചെയ്യാൻ വരാത്തത് നന്നായി, അല്ലെങ്കിൽ അന്നേ ഇറക്കിയല്ലേ പോയാൽ. എന്തായാലും കൊള്ളാം അരുണിമ, ബാക്ക് പാക്കർ അരുണിമ. എയറിൽ നിന്നും താഴെ ഇറങ്ങാൻ ശ്രമിക്കുക. ഇനിയും വഷളത്തളങ്ങൾ വിളിച്ച് പറഞ്ഞ് വീണ്ടും എയറിലേക്ക് പോകാതിരിക്കുക. പക്ഷെ ചങ്കൂറ്റം ഞാൻ സംഭവിച്ചു വേറൊന്നുമല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കാത്ത, ബാക്കി കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ട് പോകുന്ന അരുണിമ എനിക്ക് കൈയടിക്കാതെ പറ്റുന്നില്ല. അത്രയ്ക്കും ഒരു ഫീലിംഗ്. ഇനിയെങ്കിലും നന്നാവുക. ഓരോ വീടുകളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പാത്രം പഠിച്ച് നക്കിയതിനു ശേഷം അവിടെ അവരെ പുച്ഛത്തോടെയും ഒന്നും കാണാൻ നിൽക്കരുത്. നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും എന്ന് വെച്ചിട്ട് അവിടെ ഒരുമാതിരി കയറി ഞരങ്ങാൻ നിൽക്കരുത്. ആ സ്വഭാവം കാണിക്കരുത്. എന്നിട്ട് വടിച്ച് തിന്നതിന് ശേഷം അവിടെ തന്നെ ചെളികാരി അടിച്ചിട്ട് വരാതെ ഇരിക്കുക. പ്രത്യേകിച്ച് ഇതിനകത്ത് എന്തെങ്കിലും റീസൺ ഉണ്ടാവണം. നിങ്ങൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിരിക്കണം. ഇത് ഒരു കാര്യവും ഇല്ലാതെ ആ കുടുംബത്തിനെ വലിച്ചഴിച്ച് പബ്ലിക്കിന്റെ ഇടയിൽ കൊണ്ടിട്ട് നാറ്റിക്കാൻ ശ്രമിച്ച് സ്വയം ഏറി കയറി പോകുന്ന അരുണിമ. എന്തായാലും സുജിത് ഭക്തനും അവസാനം അണ്ണാക്കി തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തുനിന്നും കിട്ടി ബോധിച്ചെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇട്ടണം.